ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു LMThing. നമ്മൾ റിവിഷൻ തുടങ്ങിയിരിക്കുകയാണ്. റിവിഷന്റെ മൂന്നാം ഭാഗമാണിന്ന്. അതായത് ഒന്നാമത്തെ ലെസൺ 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വളരെ ഉപയോഗപ്രദമായ ഒരു ലെസൺ ആണ് അരിത്തമെറ്റിക് സീക്വൻസ്. ഇതിന്റെ മൂന്നാമത്തെ ചോദ്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. 1ഉം 2ഉം കഴിഞ്ഞ് ഇത് മൂന്നാമത്തെ പാർട്ട്. അതിലെ ഒന്നാമത്തെ ചോദ്യം, the sum of first 7 terms of an arithmetic sequence is 140. Sum of first 11 terms of the sequence is 440. What is the fourth term of the sequence? Find its sixth term. What is the common difference? Find the first term of this sequence. ഇതിന്റെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 7 പദങ്ങളുടെ തുക 140. അതുപോലെ തന്നെ ഇതേ ശ്രേണിയുടെ ആദ്യത്തെ 11 പദങ്ങളുടെ തുക 440. അങ്ങനെയാണെങ്കിൽ 4ാം പദം എത്ര, 6ാം പദം എത്ര, പൊതുവ്യത്യാസം എത്ര, പിന്നെ 1ാം പദം എത്ര? നമുക്കിത് ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോഴേ ഇവിടെ നോക്കിയേ, തന്നിരിക്കുന്ന എന്താന്ന് ആദ്യം എഴുതാം. എന്താണ് 7ാം പദം S7 എത്ര? 140, 140. 11ാം പദം എത്ര? 440. വാട്ട് ഈസ് ദ ഫോർത്ത് ടേം ഓഫ് ദി സീക്വൻസ്? ഇവിടെ നോക്കിക്കേ, 7. അപ്പൊ നമുക്കൊരു സൂത്രവാക്യമുണ്ട്, നമുക്ക് ഒരു എളുപ്പ വഴിയാണ്. എന്താണ്? 7ാം പദത്തിന്റെ 1, 2, 3, 4, 5, 6, 7 ഈ 7 പദത്തിലെ നടുക്ക് വരുന്നതല്ലേ 4ാമത്തെ പദം? 1, 2, 3, 1, 2, 3. ഫോർത്ത് ടേം ഈസ് മിഡിൽ ടേം. അപ്പോൾ മിഡിൽ ടേം കണ്ടുപിടിക്കാൻ, അത് x4 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? S7 മിഡിൽ ടേം ആണ് ഫോർത്ത് ടേം. S7 നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എത്ര വരും? 140/7. എത്രയാണ് കിട്ടുന്നത് നമുക്ക് ആൻസർ? എത്ര കിട്ടുന്നത്? S7 140/7. അപ്പോൾ നമുക്ക് S7 = 20 എന്ന് കിട്ടും. 4ാമത്തെ പദം 20, അതായത് 1ാമത്തെ ആൻസറായി 20. ഇനി 2ാമത്തെ ആൻസറിലോട്ട് നമുക്ക് പോകാം. 6ാം പദം എത്ര? 6ാം പദം വാട്ട് ഈസ് സിക്സ്ത് ടേം? അപ്പൊ നമുക്ക് 6ാം പദം, അപ്പൊ മിഡിൽ ടേമിന്റെ സൂത്രവാക്യം മറന്നു പോരുത്. മിഡിൽ ടേം ഈക്വൽസ് SN/N. അത് വേണമെങ്കിൽ ഞാനിവിടെ എഴുതിയിട്ട് തരാം. മിഡിൽ ടേം MD എന്ന് എഴുതുന്നുള്ളൂ. SN/N. അപ്പം 4ാമത്തെ ടേം കഴിഞ്ഞു. ഇനി 6ാമത്തെ ടേം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. x6 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അല്ലേ? x6 എന്ന് പറയുന്നത് ആദ്യത്തെ 15 പദങ്ങൾ 11 പദങ്ങൾ തന്നിട്ടുണ്ട്, അല്ലേ? 11 പദങ്ങളുടെ നടുവിലത്തിയല്ലേ? നോക്കിക്കേ, 2, 3. അത് കണ്ടുപിടിക്കാൻ ഇങ്ങനെ എഴുതി നോക്കണമെന്നില്ല, എളുപ്പ വഴി 11 + 1 എത്ര? 12/2. അപ്പം 6. അപ്പൊ സിക്സ്ത് ടേം എന്ന് പറയുന്നത് ആണ് 11 പദങ്ങളുടെ തുക തന്നിട്ടുണ്ട്. അതിൻ്റെ മധ്യപദമാണ് 6. 6ാമത്തെ ടേം ആണ് മധ്യപദം. അപ്പം x6 എന്താണ്? 7ന്റെ 11 പദങ്ങളുടെ നടുവിലത്തെ പദമാണ് 6. അപ്പം നമ്മുടെ സൂത്രവാക്യം എന്താണ്? S11/ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടത്? 11 = 440. 440/11 എത്ര കിട്ടും? 40 എന്ന് കിട്ടും. അപ്പൊ 2ാമത്തെ ആൻസർ, ബിയുടെ ആൻസർ എത്ര കിട്ടി? 40 എന്ന് കിട്ടി. ഇനി വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്? അപ്പൊ x4 അറിയാം, x4ഉം അറിയാം, x6ഉം അറിയാം, അല്ലേ? അപ്പം കോമൺ ഡിഫറൻസ് കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. അതായത് ടേം എന്ന് പറഞ്ഞാൽ എന്താണ്? പദവ്യത്യാസം. പദവ്യത്യാസത്തെ സ്ഥാനവ്യത്യാസം കൊണ്ട് ഹരിക്കുക. അപ്പം നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടും. അപ്പൊ സി പാർട്ട് നമുക്ക് കാണാം. D = എന്താണ്? ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഞാൻ ഷോർട്ടായിട്ട് എഴുതുകയാണ്. ഇവിടെ
സിക്സ്ത് ടേം അറിയാം, ഫോർത്ത് ടേം അറിയാം. 6 മൈനസ് 4 ബൈ അല്ല ടേം അതൊക്കെയാണ് 40യും 20യും. 40 മൈനസ് 20 ഇതാണ് ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ. 6ഉം 4ഉം. 6 മൈനസ് 4 20 ബൈ 2. അപ്പം കോമൺ ഡിഫറൻസ് എന്താ കിട്ടി? 10 എന്ന് കിട്ടി. അതും നമുക്ക് ആൻസർ ആയി. ഇനി അടുത്തത് ഫസ്റ്റ് ടേം. അപ്പൊ 4ാം പദത്തിൽ നിന്ന് വേണം നമ്മൾ 1ാം പദത്തിലേക്ക് പോകാം. ഇത് 4 മാർക്കിന്റെ ചോദ്യമാണ് അല്ലേ. x1 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ x4 നിന്നാണ് നമ്മൾ പോകുന്നത്. x4 എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ടേം പ്ലസ് 3 ടൈംസ് കോമൺ ഡിഫറൻസ്. 1ാം പദത്തിനോട് 3 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടിയാൽ എന്താ കിട്ടും? 4ാം പദം കിട്ടും. അങ്ങനെ 1ാം പദം കിട്ടണ എന്താ ചെയ്താൽ മതി? x4 നിന്ന് 3d കുറച്ചാൽ മതി. 4 3 4 നിന്ന് 3 കുറച്ചാൽ 1. അപ്പൊ x1 ഈക്വൽസ് എന്താണ്? x4 മൈനസ് 3d. x4 എത്ര കിട്ടിയിട്ടുണ്ട്? x4 20. 20 മൈനസ് 3 ഇൻറ്റു 10. അപ്പോൾ എത്ര വരും? 20 മൈനസ് 30 ഈക്വൽസ് മൈനസ് 10. അപ്പം 4ാമത്തെ ആൻസർ നമുക്ക് എന്താ കിട്ടി? -10 എന്ന് കിട്ടി. മനസ്സിലായോ? വളരെ എളുപ്പം. 2ാമത്തെ ചോദ്യം. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 20 നാച്ചുറൽ നമ്പേഴ്സ്. റൈറ്റ് ദ algebraic expression of arithmetic sequence 5, 9, 13 dash dash. Find the sum of first 20 terms of the sequence, arithmetic sequence itself. 9, 5, 9, 13 dash dash. അപ്പോൾ ചോദ്യം മനസ്സിലായി കാണുമല്ലോ. എന്താണ് മലയാളത്തിൽ പറയുകയാണെങ്കിൽ എന്താണ്? ആദ്യത്തെ 20 പദങ്ങളുടെ, അതായത് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. നാച്ചുറൽ നമ്പേഴ്സ് എന്താണ്? നിസർഗസംഖ്യ. നിസർഗസംഖ്യയുടെ ആദ്യത്തെ 20 പദങ്ങളുടെ തുക കാണുക. പിന്നെ 5, 9, 13 എന്ന സമാന്തര ശ്രേണിയിലെ ബീജഗണിത രൂപം എഴുതുക. 3ാമത്തത് ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 20 ടേംസ്. ആദ്യത്തെ 20 പദങ്ങളുടെ തുക കാണുക. അതേ ശ്രേണിയിൽ തന്നെ ആദ്യത്തെ 20 പദങ്ങളുടെ തുക കാണുക. ഓരോന്നിന്റെ ആൻസർ നമുക്ക് ചെയ്യാം. സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. നമുക്കൊരു ഫോർമുല ഉണ്ട് അല്ലേ. എന്താണ്? n ഇൻറ്റു n പ്ലസ് 1/2. അപ്പോൾ n എത്ര? 20 ആണ്. അപ്പം എന്താണ്? 20 നാച്ചുറൽ നമ്പേഴ്സ് ആണ് തന്നിരിക്കുന്നത്. സം ഓഫ് S20 ഈക്വൽ സം ഓഫ് ഫസ്റ്റ് 20 നാച്ചുറൽ നമ്പേഴ്സ്. 20 ഇൻറ്റു 20 പ്ലസ് 1 21/2. 10 210. അപ്പോൾ ആദ്യത്തെ ആൻസർ ആയി 210. 2ാമത്തത് റൈറ്റ് ദ algebraic expression 5, 9, 13. ഇതിന്റെ ബീജഗണിത രൂപം. ബീജഗണിത രൂപം എന്ന് പറഞ്ഞാൽ നമുക്ക് xn ആണ് കാണേണ്ടത്. xn ഈക്വൽസ് f പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. വേറെ ഒരു സൂത്രവാക്യം ഉണ്ടെങ്കിൽ ഇതാണ് നിങ്ങൾക്ക് എളുപ്പം. f എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം എത്ര? 5. 5 പ്ലസ് n മൈനസ് 1 ഇൻറ്റു d എന്താണ്? 9 നിന്ന് 5 കുറച്ചാൽ 4. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? 5 പ്ലസ് 4 ഇൻറ്റു n. 4n മൈനസ് 1 ഇൻറ്റു 4 മൈനസ് 4. അപ്പോൾ എന്താ കിട്ടും? 4n. 5 മൈനസ് 4 ഈസ് 1. ഇതാണ് ബീജഗണിത രൂപം xn. 2ാമത്തെ ആൻസർ. ഇനി 3ാമത്തത് സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് ഓഫ് ദിസ് സീക്വൻസ്. നാച്ചുറൽ നമ്പേഴ്സ് അല്ല, ഈ സീക്വൻസിലെ 20 പദങ്ങളുടെ തുക. അപ്പോൾ എന്താണ്? n ആണെങ്കിൽ Sn is equal to n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. അപ്പോൾ 20 ഒഴിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ടേം നമുക്ക് അറിയാം. പിന്നെ 20th ടേം കൂടി കണ്ടുപിടിക്കണം. 20 ചോദിച്ചിരിക്കുന്ന. അപ്പോൾ x1 is equal to 5. x20 അതിലിതാ ഈ ബീജഗണിത രൂപത്തിൽ എന്നിന് പകരം 20 എടുത്താൽ 20 ഇൻറ്റു 4 ഇൻറ്റു 20 പ്ലസ് 1 എത്ര വരും? 80 പ്ലസ് 1 81 എന്ന് കിട്ടും. ഇനി ഇതിൻ്റെ അകത്ത് കൊടുക്കാം. S20 ഈക്വൽസ് 20/2 ഇൻറ്റു ഫസ്റ്റ് ടേം 5, 20th ടേം
81. 20 by 2 is 4 into 20 plus 1. എത്ര വരും? 80 plus 1 81 എന്ന് കിട്ടും. ഇനി ഇതിൻ്റെ അകത്ത് കൊടുക്കാം. S20 equals 20 by 2 into first term 5, 20th term 81. 20 by 2 is 10. 10 into 81 plus 5 86 കിട്ടും. 86 ഗുണം 10 860. അപ്പം 3 മാർക്കിന്റെ ചോദ്യമാണ്. എളുപ്പം മനസ്സിലായി കാണുമല്ലോ അല്ലേ? ആദ്യത്തെ ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിന്റെ ഫോർമുല n into n plus 1/2. അതിൽ നമ്മൾ വില കൊടുത്ത് കണ്ട്, പിന്നെ ഈ സീക്വൻസിൽ ബീജഗണിത രൂപം കണ്ടുപിടിച്ചു. പിന്നെ ആ സീക്വൻസിൽ തന്നെ 20 പദങ്ങളുടെ തുക കണ്ടുപിടിച്ചു. ഓക്കെ.